തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നാണ് ഇടയാർ. എന്നാൽ ആ പ്രദേശവാസികൾക്ക് നിരന്തരം ചില പരാതികളുണ്ട്. ഇടയാർ ദ്വീപിലേക്ക് പോകാനുള്ള ഏക പാലവും മാലിന്യം നിറഞ്ഞ പാർവതി പുത്തനാറുമാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. ഈ വിഷയങ്ങൾ ആ മേഖലയ്ക്ക്, ആ നാടിനുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഈ റിപ്പോർട്ട് പറയും അതിന്റെ വിശദാംശങ്ങൾ. ഒട്ടനവധി ടൂറിസം സാധ്യതകളുള്ള സ്ഥലമാണ്. പക്ഷേ പൊളിഞ്ഞു വീഴാറായ ഈ ഇടയാർ പാലവും മാലിന്യവാഹിനിയായ പാർവതി പുത്തനാറും ആ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. 30-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ദ്വീപിലേക്കുള്ള ഏക വഴിയാണ് ഇടയാർ പാലം. വർഷങ്ങൾ പഴക്കമുള്ള പാലം പുതുക്കിപ്പണിയുക എന്നത് മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി കടന്നുപോയതാണ്. പക്ഷേ ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ഇതിലിപ്പോൾ വണ്ടിയൊന്നും കയറുന്നില്ല. ചെറിയ വണ്ടി മറ്റേ 407 വന്ന് ലോഡും കരിങ്കല്ലൊക്കെ കയറ്റി വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം കംപ്ലീറ്റ് ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം വലിയ വണ്ടിയൊന്നും വരുന്നില്ല. ആദ്യകാലത്തുണ്ടായിരുന്ന പാലത്തിന് പകരമാണ് ഇരുമ്പ് പാലം നിർമ്മിച്ചിരുന്നത്. വലിയ വാഹനങ്ങൾ വരെ കടന്നു പോകുന്ന വഴി കൂടിയായിരുന്നു. എന്നാൽ നിലവിൽ പാലം ദ്രവിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഏതു നിമിഷവും വലിയ അപകടം സംഭവിക്കാം. പ്രദേശത്തുള്ളവർക്ക് പുറം ലോകത്തേക്കെത്താൻ മറ്റൊരു മാർഗവുമില്ല. പാലാണെങ്കിൽ പൊളിഞ്ഞിരുന്നു. നമുക്ക് വീടുകൾ വയ്ക്കണമെങ്കിലും കല്ലും മണ്ണും ഒന്നും വരാൻ പറ്റുന്നില്ല. ഇവിടെ പേടി തന്നെ. ഇപ്പോൾ വലിയ വണ്ടിയൊന്നും വരില്ല. പിന്നെ ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്നല്ലാതെ എപ്പോഴാണ് വീടെന്ന് അറിയാൻ നോക്കില്ല. പാലത്തിന് താഴെ ഒഴുകുന്ന പാർവതി പുത്തനാറിന്റെ അവസ്ഥയും അതിലും ദയനീയമാണ്. മാലിന്യ കൂമ്പാരം പ്രദേശത്തിന്റെ മനോഹാരിത മുഴുവനായും നശിപ്പിക്കുകയാണ്. ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ നടക്കാനാവില്ല. സമീപവാസികൾക്ക് പകർച്ചവ്യാധി ഭീഷണിയുണ്ട്. ഇവിടെ വരും, ഒന്ന് കെട്ടിക്കിടക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഉള്ള പയ്യന്മാർ തന്നെ തള്ളിവിട്ടാലും വീണ്ടും ഇതേപോലെ വരുന്നുണ്ട്. ക്ഷണം ഉണ്ടാവും. പക്ഷേ ഈ ആറ്റിൻ്റെ സൈഡിൽ കിടക്കുന്നവരാണ് ഇത്രയും കുഴപ്പമുണ്ടാക്കുന്നത്. ആറ്റുതള്ള് എളുപ്പത്തിന് വേണ്ടി ഭയങ്കര കാടും കൊതുവും കടിച്ച് കിടക്കാൻ പറ്റില്ല. വൃത്തിയാണ് ഈ വേസ്റ്റുകൾ ഇവിടെ ഈ ഭാഗത്തുള്ളവരത്രയും ഇവിടെ ഇടുന്നു. വർഷങ്ങളായതുകൊണ്ട് ഇത് കുറേയൊക്കെ ഈ ഇടയ്ക്ക് മാറ്റിയതേ ഉള്ളൂ, വീണ്ടും കൊണ്ടിടുന്നതാണ്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പലതവണ ജലാശയം ശുചീകരിച്ചെങ്കിലും ശാശ്വത പരിഹാരമുണ്ടായിട്ടില്ല. പൂന്തുറയിൽ നിന്നടക്കം ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും പരിസരവാസികൾ നിക്ഷേപിക്കുന്നവയും ചേർന്ന് പാർവതി പുത്തനാർ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അപകടാവസ്ഥയിലായ പാലവും മാലിന്യ കൂമ്പാരവും ഒരു നാടിന്റെ ദയനീയാവസ്ഥയുടെ ഉത്തമ ഉദാഹരണമാണ്. എത്രയും വേഗം പരിഹാരം കാണണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.